ലോകം മുഴുവൻ അടക്കി ഭരിച്ച് സർവ്വ സൃഷ്ടികളുടെയും അധികാരം അല്ലാഹു തആല കൊടുത്തിരുന്ന ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൊടുത്ത അത്രയും സൗകര്യം ലോകത്ത് അല്ലാഹു തആല വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അത്ര കൂടുതൽ അധികാരം, അത്ര കൂടുതൽ സൗകര്യം കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, ലോകം മുഴുവൻ അടക്കി വാണ ആളാണ്. വെറും മനുഷ്യരും ഭൗതികമായ വസ്തുക്കളുടെ മേലുള്ള അധികാരം ഉണ്ടായിരുന്നത് മനുഷ്യരുടെയും ജിന്നുകളുടെയും മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും എല്ലാ ജീവികളുടെയും പക്ഷി പറവയാദികളുടെയും പേരെല്ലാം അധികാരം. എന്നല്ല, കാറ്റും വെള്ളവും എല്ലാം അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു. ولسليمان الريح غدوها شهر ورواحها شهر وأسلنا له عين القطر ومن الجن من يعمل له. അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കീഴ്പ്പെടുത്തി കൊടുത്തു ഈ ഭൂമിയുടെ എല്ലാ അധികാരവും. മനുഷ്യരെയും ജിന്നുകളെയും ജീവികളെയും കീഴ്പ്പെടുത്തി, വസ്തുക്കളെ കീഴ്പ്പെടുത്തി കൊടുത്തു, കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഇവിടെയുള്ള ഇരുമ്പും മറ്റ് ലോഹങ്ങളെയും അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇരുമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ ബലമുള്ളതായിരിക്കുകയില്ല. ആവശ്യം പോലെ ഉപയോഗിക്കാൻ മെഴുകുപോലെ എങ്ങോട്ടും വഴങ്ങിക്കൊടുക്കുന്ന തരത്തിൽ അല്ലാഹു തആല കീഴ്പ്പെടുത്തി. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും കാറ്റിനോട് കൽപ്പന കൊടുത്താൽ മതി. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ മുഴുവൻ പരിവാരങ്ങളെയും കാറ്റ് കൊണ്ടുപോകും. വണ്ടിയൊന്നും വേണ്ട. എത്ര ദൂരം പോകണമെങ്കിലും രാവിലെ അല്പസമയം കാറ്റ്, രാവിലത്തെ സമയം മതി ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിക്കാം. ഒരു മാസം സഞ്ചരിച്ചാൽ എത്ര ദൂരം എത്തുമോ അത്രയും ദൂരം പോകുന്നതിന് കാറ്റിനോട് കൽപ്പന കൊടുത്താൽ രാവിലെ കുറച്ച് സമയം കൊണ്ട് എത്തും. അതുപോലെ തിരിച്ചു വരണമെങ്കിൽ വൈകുന്നേരം അല്പസമയം മതി. അപ്പൊ അത്രയും ദൂരം. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ മാത്രമല്ല കൊണ്ടുപോകുന്ന, അദ്ദേഹത്തിന്റെ പട്ടാളക്കാർ കൂട്ടത്തിലുണ്ടെങ്കിൽ അവര് വാഹനങ്ങൾ, അവരുടെ കുതിര, മറ്റ് ആവശ്യമായ എല്ലാ വസ്തുക്കളും എല്ലാം കൂടെ കാറ്റിലങ്ങ് പോവുക, നിലം തൊടാതെ മിനിറ്റുകൾ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത്. ഇത്ര അധികാരമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൊടുത്തത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ബൽഖീസ് രാജ്ഞി അവരുടെ നാട്ടിൽ നിന്ന് വന്നു. വരാൻ പറഞ്ഞ പക്ഷിയുടെ അടുത്താണ് കത്ത് കൊടുത്തത്. മരംകുത്തി ഇതിന് കത്ത് കൊടുത്തയച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം വന്ന് പറഞ്ഞപ്പോൾ, സൂര്യനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഞാൻ എന്ന് പറഞ്ഞു പോയ കൂട്ടത്തിൽ കണ്ടു. അവര് സൂര്യനെ ആരാധിക്കുന്നു. അവിടെ ഒരു പെണ്ണാണ് രാജാവ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു പറഞ്ഞു. യാത്രയിൽ ഈ പക്ഷികളെ, ആവശ്യത്തിനുള്ള പല വസ്തുക്കളെയും കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇങ്ങനത്തെ പല പക്ഷികളെയും ജന്തുക്കളെയും സുലൈമാൻ നബി അലൈഹിസ്സലാം കൊണ്ടുപോകുമായിരുന്നു. കാരണം ഇന്ന് വലിയ വലിയ രാജാക്കന്മാര് അല്ലെങ്കിൽ വലിയ നേതാക്കന്മാര്, വലിയ മന്ത്രിമാര്, അധികാരികളൊക്കെ പോകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോയാൽ അവരുടെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ നിർവഹിക്കാൻ വേണ്ടി ആളുകൾ കാണും. ഡോക്ടർമാരുടെ സംഘങ്ങൾ കാണും, വലിയ ബിസിനസ്സുകാർ കാണും, എഞ്ചിനീയർമാർ കാണും, അതുപോലെ വലിയ ഉയർന്ന സൈന്യത്തിന്റെ ആളുകൾ. ഇങ്ങനത്തെവരൊക്കെ അവർക്ക് വേണ്ടത് എന്താണോ അപ്പൊ ചെയ്തു കൊടുക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ആളുകളും കാണും. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടു നടന്നിരുന്നത് മനുഷ്യരെയല്ല ഉപയോഗിച്ചിരുന്നത്, മറ്റ് ജീവികളെ. പെട്ടെന്ന് കഠിനമായ ഭാരമായ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സമയമെടുക്കുന്ന, ചിലപ്പോൾ സാധിക്കാതെ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നാൽ അതിനുവേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂട്ടത്തിൽ ജിന്നുകളുണ്ടായി. എന്ത് പറഞ്ഞാലും അപ്പൊ ചെയ്തു കൊടുക്കും. ഒരു 10,000 പേർക്ക് ആഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ജിന്നുകളോട് പറഞ്ഞാൽ മതി, ഉച്ചയ്ക്ക് ആഹാരം വേണം, 1 മണിക്ക് ആഹാരം വേണം. 12:45 ആളുകൾക്കെല്ലാം കൊടുക്കണമെന്ന് തോന്നുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു കൽപ്പന കൊടുക്കും ജിന്നുകൾക്ക്. 1 മണിക്ക് മുമ്പായിട്ട് തന്നെ ആഹാരം എല്ലാം റെഡിയാകും 10,000. അതിനെന്താ വേണ്ടത്? ചെമ്പും പാത്രവും ഒക്കെ എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് എടുക്കണോ? അതൊന്നും വേണ്ട. എല്ലാ ചെമ്പും പാത്രവും എല്ലാം അപ്പൊ അവർ ഉണ്ടാക്കിക്കോളും. സാധനങ്ങൾ മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ച് എടുത്ത് ചെമ്പും ഒക്കെ ഉരുക്കി എടുത്ത് പാത്രങ്ങൾ അപ്പോഴേ ഉണ്ടാക്കും. എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. അങ്ങനത്തെ ജിന്നുകളെ കൂടെ കൊണ്ടുപോകും. അതുപോലെ മറ്റാവശ്യങ്ങൾക്ക് മരംകുത്തിയെ സാധാരണ കൂട്ടത്തിൽ കൊണ്ടു നടക്കുമായിരുന്നു. മരംകുത്തിക്ക് കാഴ്ച കൂടുതലുണ്ട്. അതുപോലെ തന്നെ എത്ര ദൂരത്തിലും നിന്നുകൊണ്ട് വെള്ളം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ശുദ്ധിയാക്കാനും നമസ്കാരത്തിന്റെ സമയത്തും ഒക്കെ ആവശ്യമാകുമ്പോൾ വെള്ളം എവിടെയാ ഉള്ളതെന്ന് തേടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് മരംകുത്തിയെ കൊണ്ടുപോകുന്നത്. ഒരു പ്രാവശ്യം സുലൈമാൻ നബി അലൈഹിസ്സലാം ഇതുപോലെ യാത്രയിൽ പോയിട്ട് എവിടെയോ പോയിരുന്നു, മരംകുത്തി എങ്ങോട്ടോ പോയിട്ട് വന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നമസ്കാരത്തിന്റെ സമയമായി, വുദൂഇന് വെള്ളമില്ല, വെള്ളം അന്വേഷിക്കാൻ പറഞ്ഞുവിടാൻ മരംകുത്തിയെ നോക്കിയിട്ട് കണ്ടില്ല. അന്വേഷിച്ചപ്പോൾ അവിടെ എങ്ങും ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ദേഷ്യം വന്നു. ചോദിക്കാതെ എങ്ങോട്ടാ പോയത്?
തിരിച്ചു വരട്ടെ, വന്നാൽ ഞാൻ അതിനെ അപ്പോഴേ അറുത്ത് കളയുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നിലെ പോയതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് കാരണം അംഗീകരിക്കാൻ പറ്റുന്നത് പറയണം. അതല്ലെങ്കിൽ ഞാൻ അറുത്ത് കളയും, ഇനി അതിനെ കൊണ്ടു നടക്കുന്നില്ല തീരുമാനിച്ച് ദേഷ്യപ്പെട്ടിരിക്കുക. إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم وجدتها وقومها يسجدون للشمس من دون الله. കുറെ നേരം കഴിഞ്ഞപ്പോ മരംകുത്തി വന്നപ്പോ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. വന്നതേ പിടിച്ച് അറക്കാനിരിക്കുക. കാരണം പറഞ്ഞു, വലിയ ബഹുമാനത്തിൽ ആദരവിൽ വന്ന് രാജാവിന്റെ ദർബാറിൽ വന്ന് നിൽക്കുന്നത് മാതിരി മര്യാദയായിട്ട് വന്നു നിന്നു. എവിടെ പോയിരുന്നു, എന്താ താമസിച്ചത് കാരണം. അപ്പൊ മരംകുത്തി പറഞ്ഞു, ഞാൻ പറന്നു പോയി ഒരു സ്ഥലത്ത്. അവിടെ പോയപ്പോ സബ എന്ന് പറയുന്ന നാട്ടിൽ ഞാൻ പോയിരുന്നു. അവിടെ ഞാൻ കണ്ടു കുറെ ആളുകളെ, അവർ അള്ളാഹുവിനെ വിട്ടിട്ട് സൂര്യനെ ആരാധിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അവരുടെ രാജാവ് ഒരു പെണ്ണാണ് അവിടുത്തെ രാജാവ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്ന് വിവരം പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആരും അറിയാതിരുന്ന ഒരു കാര്യം ഞാൻ തേടിപ്പിടിച്ച് അന്വേഷിച്ചിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ആ വിവരം അന്വേഷിക്കാൻ പോയതാണ്. അപ്പൊ സമാധാനമായി സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഒരു വിവരം കിട്ടി. അള്ളാഹുവിനെ ആരാധിക്കാതെ സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ, അവരോട് അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ള ദഅവത്തിന്റെ അവസരം. നബിമാരുടെ ജോലി അതാണല്ലോ. അള്ളാഹുവിനെ അനുസരിക്കാത്തവർ, അള്ളാഹുവിനെ വിശ്വസിക്കാത്തവർ, വേറെ വസ്തുക്കളെ ആരാധിക്കുന്നവർ, ഇവരെയൊക്കെ അള്ളാഹുവിലേക്ക് വിളിക്കുന്നതാണ് നബിമാരുടെ ജോലി. വേറെ ജോലിയുണ്ട്. ഉടനെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം കത്തെഴുതിയിട്ട് മരംകൊത്തിയിലെടുത്ത് കൊടുത്തു. ഇത് കൊണ്ടുപോയി അവരുടെ അടുക്കൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കണം. അപ്പൊ പെട്ടെന്ന് പിന്നെ പോകാനോ വരാനോ നേരമില്ല. മരംകൊത്തി പറന്നു പോയാലേ എത്തുകയുള്ളൂ. കത്തെഴുതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅദു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ. ഇത്രയേ ഉള്ളൂ. സുലൈമാൻ നബിയാണ് എഴുതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു തആല എനിക്ക് അധികാരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അധികാരമുള്ള സ്ഥലത്ത് വേറെ ആർക്കും അധികാരം പാടില്ല. കീഴ്പ്പെട്ട് അള്ളാഹുവിനെ വിശ്വസിച്ച് അനുസരിച്ച് മുസ്ലിമായി എന്റെ അടുക്കൽ വന്ന് കീഴ്പ്പെട്ടോളണം. ഇത്രയേ ഉള്ളൂ കത്ത്. വേറൊന്നും. കത്തും കൊടുത്തു വിട്ടു. അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. കത്ത് കൊണ്ടുപോയി രാജ്ഞിയുടെ ഇരിക്കുന്ന ദർബാറിന്റെ മുമ്പിൽ കൊണ്ടുപോയി കത്തിട്ട് കൊടുത്തു. കത്തെടുത്ത് വായിച്ചപ്പോ ഇതാ കത്തിനകത്ത്. ദർബാർ വിളിച്ചുകൂട്ടി. രാജ്ഞി പറഞ്ഞു, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ നിന്നും എനിക്ക് കത്ത് വന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അഭിപ്രായം പറയും. കത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കീഴ്പ്പെട്ട് മുസ്ലിമായി അദ്ദേഹത്തിന്റെ അടുക്കൽ കീഴ്പ്പെട്ട് കൊടുക്കണം, പോണമെന്നാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. എന്താണ് ചെയ്യേണ്ടത്? കുറെ പേര് പറഞ്ഞു നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാം. കാരണം ചിലപ്പോൾ നമ്മൾ കീഴ്പ്പെട്ട് കൊടുത്ത് നമ്മളെ അധീനപ്പെടുത്തിയാൽ ആകെ നാശമാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ചിലർ പറഞ്ഞില്ല, നമുക്ക് സൈന്യങ്ങളുണ്ട്, പട്ടാളമുണ്ട്, പട്ടാളത്തെ തയ്യാറാക്കുക, ഉടനെ എതിർക്കുക, യുദ്ധം ചെയ്യുക. വരൂല എന്ന് പറഞ്ഞ് എതിർത്ത് നിൽക്കാൻ നമ്മുടെ അധികാരവും ഭരണവും നമുക്ക് പിടിച്ചു നിർത്തണം. ഇതെല്ലാം അഭിപ്രായമെല്ലാം കേട്ടിട്ട് രാജ്ഞി പറഞ്ഞു, ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ അഫ്സദൂഹാ വജഅലൂ അഇദ്ദത അഹ്ലിഹാ അദില്ല വകദാലിക യഫ്അലൂൻ. രാജ്ഞി പറഞ്ഞു, വലിയ അധികാരമുള്ള രാജാവ്, പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞ നിലയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ രാജാവാണ്. ഏത് രാജാവാണെങ്കിലും രാജാക്കന്മാരുടെ സാധാരണ പതിവ്, അവർ ഏതെങ്കിലും നാട്ടിൽ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് കടന്നുകൂടിയാൽ അവർ യുദ്ധം ചെയ്ത് ആ നാടിനെ കീഴടക്കുകയും അവിടുത്തെ മാന്യന്മാരായ ആളുകളെ എല്ലാം നിന്ദ്യതയിലാക്കി കളയുകയും ചെയ്യും. ഇവരും ഇത് തന്നെ ചെയ്യാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവരോട് എതിർത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി നിന്നിട്ട് കാര്യമില്ല എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. ഞാനൊരു വലിയ സംഭാവന കൊടുത്തയക്കാം. സുലൈമാൻ നബി അലൈഹി വലിയ സംഭാവന, രാജകീയമായ സംഭാവന കൊടുത്തയക്കാം. സംഭാവനയൊക്കെ കൊണ്ടേ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുമ്പോൾ ചിലപ്പോൾ അദ്ദേഹമോ ഇത്രയൊക്കെ കിട്ടിയതല്ലേ, സാരമില്ല, ഇനി അവരെ തൽക്കാലത്തേക്ക് ശരി ഭരിച്ചത് നിന്റെ അധികാരം അങ്ങനെ തന്നെ നിലനിന്നോട്ടെ വിട്ടേക്കും. അതുകൊണ്ട് എന്താണ് അതിന്റെ മറുപടി കിട്ടുക എന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം. അതല്ലേ നല്ലത്. നമ്മൾ തീർത്ത് പെട്ടെന്ന് ചാടിക്കേറിയെന്ന് എതിർക്കാനും യുദ്ധം ചെയ്യാനും നിൽക്കണ്ടല്ലോ എന്ന്. അപ്പോ ദർബാറെല്ലാമോ ശരി എന്ന രാജ്ഞിയുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് തീരുമാനം.
സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് കുറെ സ്വർണവും വെള്ളിയും, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകളാണ് കൊടുത്തുവിട്ടത്. വലിയ കട്ടകൾ, ഇഷ്ടികയുടെ വലിപ്പത്തിലുള്ള കട്ടകൾ കൊടുത്തുവിട്ടു. സ്വർണവും വെള്ളിയും എല്ലാം കാണുമ്പോൾ അതിനകത്ത് മയങ്ങിപ്പോകും. പക്ഷെ ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് കൊടുത്തയച്ചു. പെൺബുദ്ധിയല്ലേ, പെണ്ണിന്റെ ബുദ്ധി അത്രയൊക്കെ കാണുള്ളൂ. കൊടുത്തയച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് വിവരം കിട്ടി. പുതുഹുദ പോയി മരംകൊത്തി എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ ആളെ അയച്ചിട്ടുണ്ട്, സംഭാവനയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, അവരിങ്ങോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് ജിന്നുകളോട് പറഞ്ഞു, കുറേ സ്ഥലം മുഴുവൻ സ്വർണത്തിന്റെ വെള്ളിയുടെയും ഇഷ്ടികൾ ഉണ്ടാക്കി നിരത്താൻ പറഞ്ഞു. ടൈൽ തൊട്ടിക്കണതുമാതിരി എല്ലാം അങ്ങോട്ട് ഒട്ടിക്കാം. ഒട്ടിച്ചിട്ട് നിരത്തി അതിനകത്ത് ഒട്ടകത്തെയും പശുവിനെയൊക്കെ കെട്ടിക്കട്ടിയേക്കാം വരുന്ന വഴി. ഇവര് വലിയ കാര്യമായിട്ട് കുറച്ച് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ടകളൊക്കെ ഇങ്ങനെ ചുവന്നുകൊണ്ട് ഭയങ്കര ഹതിയായിട്ട് കൊണ്ടുവരിക. വന്നവര് നോക്കിയപ്പോ വഴിയിൽ ഒട്ടകത്തെയും പശുവിനെയും കെട്ടിയിരിക്കുന്നത് സ്വർണ്ണ വെള്ളി കൊണ്ടുണ്ടാക്കിയ തറയും. അവിടെയാണെങ്കിൽ ഒട്ടകവും പശുവും എല്ലാം തൂരി മൂത്രമൊഴിച്ച് നാശമാക്കി അങ്ങനെ ഇട്ടിട്ടുണ്ട്. അവർ ആലോചിച്ച് പഠിച്ചാൽ ഈ മനുഷ്യന്റെ അടുത്ത് നമ്മൾ ഈ 5-6 കട്ടയും കൊണ്ട് അങ്ങോട്ട് പോയാൽ വലിയ സംഭാവനയായിരിക്കും, അയാൾ സ്വീകരിക്കുകയും ചെയ്യും. അവസാനം നിവൃത്തിയില്ലാതെ അവർ കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ വന്നവർ തന്നെ ഇത് വേണോ വേണ്ടോ എന്നറിയാതെ വഴിയിൽ വെച്ചിട്ട് പോയി ദർബാറിലേക്ക് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു ഹദിയയും കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഹദിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാ. എന്താ ഹദിയ? അതിങ്ങനെ സ്വർണത്തിന്റെ വെള്ളിയുടെ വേണ്ടിയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്ക് ആരുടെയും കാശും വേണ്ട, പണവും വേണ്ട, സ്വർണവും വേണ്ട, വെള്ളിയും വേണ്ട. അള്ളാഹു താല തന്നിരിക്കുന്നതിന് തന്നെ ഒരു കണക്കൊന്നുമില്ല. അപ്പം ആതാനി അല്ലാഹു ഖൈറും മിമ്മാ ആതാക്കും. അള്ളാഹ് നിങ്ങൾക്ക് തന്നതിനേക്കാൾ എത്രയോ കൂടുതൽ എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹദിയ ഒന്നും വേണ്ട, നിങ്ങൾ പോയി നിങ്ങളുടെ രാജ്ഞിയുടെ അടുത്ത് പറഞ്ഞത് മര്യാദയ്ക്ക് മുസ്ലിമായി വന്നോളണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്റെ സൈന്യങ്ങളെയും കൊണ്ട് വരികയാണ്. ഏത് സൈന്യങ്ങൾ? ലാ ഖിബല ലഹും ബിഹാ, അവരെ എതിർക്കാൻ നിങ്ങൾക്ക് ശക്തിയില്ല, അത്ര വലിയ സൈന്യങ്ങളെയും കൊണ്ട് ഞാൻ വരികയാണെന്ന് പോയി പറഞ്ഞേക്കാം. തിരിച്ചവർക്ക് എന്ന് പറഞ്ഞു, സംഗതി ഇതാണ്. അപ്പോ എന്താ ചെയ്യേണ്ടത് ആലോചിച്ചു. അവർ പറഞ്ഞു, നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കാമെന്ന്. രാജ്ഞി പറഞ്ഞു, നടക്കൂല, രാജാക്കന്മാർ വന്നാൽ ഇവിടെ ആകെ കുഴപ്പമാകും, അവർ പിടിച്ചടക്കിയിട്ടേ പോകുള്ളൂ, അങ്ങനത്തെ രാജാവ്, അതുകൊണ്ട് അതിനേക്കാളും മുമ്പേ പോയേക്കാവെന്ന് പറഞ്ഞു. അവര് പരിവാരങ്ങളും ഒക്കെ ആയിട്ട് രാജ്ഞി രാജാവിന്റെ അടുക്കലേക്ക് കീഴടങ്ങാൻ വേണ്ടി മുസ്ലിമായിട്ട് വരികയാണ്. വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു ജിന്നുകളോട്, ബൽഖീസ് രാജ്ഞിയുടെ സഭയിലെ സിംഹാസനം ഇവിടെ ആരാണ്? അവരിവിടെ എത്തുന്നതിന് മുമ്പായിട്ട് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തരുക, എത്ര പെട്ടെന്ന് കൊണ്ടുവരാം? ഒരു ജിന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം, രാവിലെ ഞാൻ പോയി വൈകുന്നേരത്തിനുള്ളിൽ എടുത്തോണ്ട് വരാം. നിങ്ങൾ രാവിലെ പോയി ദർബാറിൽ ഇരിക്കുമല്ലോ, ഇരുന്നിട്ട് അവിടെ നിന്ന് വൈകുന്നേരം എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പോയി ആ സാധനം കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കും. ഒരു വലിയ ജിന്നുണ്ടായിരുന്നു, അതിന് ഇസ്മുൽ ആദം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമമൊക്കെ അറിയാമായിരുന്നു. ആ നാമം പറഞ്ഞ് എന്തും ചെയ്യാനുള്ള കഴിവ്, എത്ര പെട്ടെന്നും ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ആ ജിന്ന് പറഞ്ഞു, ഇതൊന്നും വേണ്ട, കണ്ണിങ്ങനെ അടച്ച് തുറക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ആലോചിക്കാം. قال عفريت من الجن انا آتيك به قبل ان تقوم من مقامك واني عليه لقوي امين قال الذي عنده علم من الكتاب انا آتيك به قبل ان يرتد اليك طرفك. കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എത്തിച്ചേക്കാം. സുലൈമാൻ നബി അലൈഹി സ്വലാം പോയി കൊണ്ടുവരാൻ പറഞ്ഞതിന് മുമ്പായിട്ട് സാധനം മുമ്പിൽ വന്നു. فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أشكر أم أكفر فمن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم قال نكروا لها عرشها ننظر أتهتدي. കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് ആ സിംഹാസനം ഇത്തിരി ഒന്ന് അതിന്റെ അതും ഇതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി വേറെ രണ്ടൊന്ന് സാധനമൊക്കെ അതിനകത്ത് വെച്ച് ഒന്ന് കെട്ടിവെച്ച് നമുക്ക് നോക്കാം, ആ പെണ്ണിന് മനസ്സിലാകുമോ, സ്വന്തം സിംഹാസനമാണെന്ന് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് പരിശോധിച്ച് നോക്കാം. അതിന്റെ 1-2 നെട്ടുപോട്ടോ കഴിച്ച് അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് അടച്ചൊക്കെ വെച്ചേക്കുന്നു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ അവർ വന്നു, മുസ്ലിമായിട്ട് സമ്മതിച്ച് വന്നപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം വന്നപ്പോ തന്നെ ബൽഖീസ് രാജ്ഞിക്ക് നോക്കിയപ്പോ ആകപ്പാടെ കുഴപ്പമില്ല, ഇത് നമ്മുടെ സിംഹാസനം ഇവിടെ എങ്ങനെ എത്തിയത്? നമ്മൾ വന്നിട്ട് ഇവിടെ എത്തിയില്ല, വന്നപ്പോ അവിടെ സിംഹാസനം ഉണ്ടായിരുന്നു, നമ്മൾ ഇവിടെ എത്തിയപ്പോ ഇവിടെ ഇരിക്കുന്നില്ല, ഇതെങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ ഒക്കെ സംശയം തോന്നും. സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, അഹാകദാ അർശ്, നിന്റെ സിംഹാസനം ഇങ്ങനത്തതാണോ എന്ന് ചോദിച്ചു. അവർ നോക്കിട്ട് പറഞ്ഞു, കാലം അത് തന്നെയാണെന്നാ തോന്നുന്നത്, അതുപോലെ ഇരിക്കണല്ലോ, ഇതുപോലെയാണോ നിന്റെ സിംഹാസനം എന്നാ ചോദിച്ചത്. അതിന് ബൽഖീസ് മറുപടി പറഞ്ഞു, അത് തന്നെയാണെന്നാ തോന്നുന്നത്. പിന്നെ അത് ഈ ചെറിയ മാറ്റം വരുത്തിയത് കൊണ്ടാണ് അതാണെന്ന് പറയാതിരുന്നത്, അത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ അത് തന്നെയാ സാധനം. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തടുക്കാൻ പറ്റാത്ത സൈന്യങ്ങളെയും കൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഏതായാലും രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനത്തെ സുലൈമാൻ നബി അലൈഹി സ്വലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്ന ഈ അധികാരങ്ങൾ മുഴുവനുമുള്ള ഈ സുലൈമാൻ നബി അലൈഹി സ്വലാം
ഇദ്ദേഹത്തെയും അല്ലാഹു തആല വെറുതെ വിട്ടില്ല, പരീക്ഷിച്ചിട്ടല്ലാതെ. വലഖദ് ഫതന്നാ സുലൈമാന വഅൽഖൈനാ അലാ കുർസിയിഹി ജസദൻ തുമ്മ അനാ. അല്ലാഹു തആല പറഞ്ഞു, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഈ അധികാരമുള്ളതിനോട് കൂടി തന്നെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം എവിടെയോ പോയി തിരിച്ചു വന്നപ്പോ സിംഹാസനത്തിൽ വേറെ ആളെ കയറ്റിയിരുത്തി. വന്നപ്പോ അന്തം വിട്ട് നിൽക്കുക, സിംഹാസനത്തിൽ വേറെ ആള്. സുലൈമാൻ നബിക്ക് ഞാനല്ലായിരുന്നു തരാ പോയത്, ഞാനല്ലായിരുന്നോ രാജാവ്, ഞാൻ ഇവിടെ ഇരിക്കണോ? തന്നെ കുറിച്ച് തന്നെ സംശയം. നോക്കിയപ്പോൾ വേറെ ആളാ. അത് തിരിച്ചു കിട്ടാൻ കുറെ താമസം നേരിട്ടു. അവസാനം ഒരുപാട് തൗബയൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് ഒരുപാട് ദുആയൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം വീണ്ടും തിരിച്ചുകൊടുത്തു. അധികാരം തിരിച്ചു കൊടുത്തു. അങ്ങ് സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി. പടച്ചവനെ, നീ എനിക്ക് തന്ന അധികാരം എനിക്ക് ശേഷം മറ്റാർക്കും സാധ്യമാകാത്ത തരത്തിലുള്ള അധികാരമായേക്കണേ. എനിക്ക് ശേഷം ഈ അധികാരം നീ ആർക്കും കൊടുക്കല്ലേ പടച്ചവനെ എന്ന് ദുആ ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി നമസ്കാരത്തിലാണ് ഒരു ഭയങ്കര ജിന്ന്, ഇബ്രീത്ത്, വലിയ ശക്തിയുള്ള ഒരു മോരട്ട് ജിന്ന് വന്നു വന്ന് തങ്ങളുടെ മുമ്പിൽ കൂടെ കിടന്നുകൊണ്ട് ഓട്ടവും ചാട്ടവും കളിയും ബഹളവുമല്ല. തങ്ങളുടെ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന പണിയല്ല ഇവൻ ചെയ്യുക. അവിടെ കിടന്നുകൊണ്ട് കുത്തി മറിയുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി പിടിച്ച് അവിടെ നിർത്തി. എന്നിട്ട് പള്ളിയുടെ തൂണില് കെട്ടിയിടാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ചു, എന്തിനാ നേരം പലപ്പോഴും വല്ലവരും വല്ല കുത്തും കൊടുക്കും പിള്ളേരും വന്ന് തുണി പിടിച്ച് കെട്ടിയിട്ടിരുന്ന സഹാബകലും ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ആദ്യം വന്ന് കാണണമെങ്കിൽ പിന്നെ അതിന്റെ പൊടി പോലും കാണില്ല. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഇനി മേലെ എന്നെ ഉപദ്രവിക്കാൻ വരരുതെന്ന് പറഞ്ഞത് ഒരുപാട് മാപ്പും ഒക്കെ പറഞ്ഞ് കാലെ പിടിച്ചൊക്കെ സമാധാനമൊക്കെ പറഞ്ഞപ്പോൾ നബി തങ്ങൾ ശരി പോയി ഇനി മേലെ വരരുതെന്ന് പറയാൻ കീഴ്പ്പെടുത്തി വിട്ടു. രാവിലെ സഹാബാക്കൾ വന്നപ്പോ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി നിസ്കരിച്ചുകൊണ്ട് നിന്നപ്പോ ഒരു ജിന്ന്, ഭയങ്കര ജിന്ന്, ഇന്ന ഇഫ്രീതം മിനൽ ജിന്നി തസല്ലത അലയ്യൽ ബാരിഹ, കഴിഞ്ഞ രാത്രി എന്നെ നമസ്കരിക്കാൻ സമ്മതിക്കാതെ ശല്യം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്നു. ഞാൻ അവനെ പിടിച്ചു പള്ളിയുടെ തൂണിൽ കെട്ടിയിടാം, കാലത്തെ വരുമ്പോ നിങ്ങളെയൊക്കെ കാണിച്ചു തരാമെന്നാ വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു, എന്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചവനെ എന്റെ അധികാരം വേറെ ആർക്കും ഇനി കൊടുക്കരുത് എന്ന്. ഞാൻ ആ ജിന്നിനെ പിടിച്ചു കെട്ടിയിട്ട് സുലൈമാൻ നബി ജിന്നിനെ കീഴ്പ്പെടുത്തിയതുപോലെ ആണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആ ദുആയ്ക്ക് കോട്ടം വരുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത് എന്ന്. അപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം അങ്ങനെ ദുആ ചെയ്തു അള്ളാഹുവിനോട്, പടച്ചവനെ ഇനി മേലിൽ ഈ അധികാരം നഷ്ടപ്പെടുത്തി വേറെ ആരുടെയെങ്കിലും കയ്യിൽ പോവുകയോ ഇതുപോലത്തെ അധികാരം ആർക്കും കൊടുക്കുകയോ ചെയ്യരുത്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി വേറെ ആളെ ആ സ്ഥാനത്താക്കി ഒരു അധികാരവും ഇല്ലാതെയാക്കി. ആ സമയത്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സിംഹാസനത്തിന് അടിയിൽ സിഹർ, ശൈത്താൻമാർ അവരെ പ്രേരിപ്പിച്ച് അവരെ പ്രീതിപ്പെടുത്തി എങ്ങനെയൊക്കെ സിഹർ ചെയ്താൽ അവരെന്തെല്ലാം ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ, സിഹർ ചെയ്യേണ്ട മാർഗങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാം എഴുതി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സിംഹാസനത്തിന് അടിയിൽ തോണ്ടി കുഴിച്ചിട്ടു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മരണത്തിന് ശേഷം ജിന്നുകൾ പിന്നെ വന്ന കുറെ കാലത്തിന് ശേഷം വന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ചെയ്യാവുന്ന നല്ല ഒരു ഇൽമുണ്ട്. ആ ഇൽമ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മാത്രമേ അറിയാവുള്ളായിരുന്നു. ആ അറിവിന്റെ പേരിലാണ് ഞങ്ങളെയൊക്കെ അദ്ദേഹം കീഴ്പ്പെടുത്തി വെച്ചിരുന്നത്. അതെടുത്താൽ ഞങ്ങളെ സേവിക്കാനും ഞങ്ങളെ കീഴ്പ്പെടുത്താനും പറ്റും, നിങ്ങളെടുത്ത് പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് അതിനെയൊക്കെ മാന്തി എടുത്ത് ആളുകൾ പഠിപ്പിച്ചാണ് സിഹർ ലോകത്ത് നടപ്പിലായത് വ്യാപകമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കുകളെ വിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണിത്. പരീക്ഷിക്കാൻ, മനുഷ്യൻ ഉപയോഗിക്കുവോ ഇല്ലയോ, ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാതിരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് ചെയ്തത്. ആ കള്ളിനെയും പന്നിയിറച്ചിയും അല്ലാഹു തആല പഠിച്ചതുപോലെ സിഹറും അള്ളാഹ് മലക്കുകളെ വിട്ട് പഠിപ്പിച്ചതാണ്. അതെടുത്താണ് ഇപ്പോ ജിന്നുകളെ, ശൈത്താന്മാരെ സേവിച്ച് പ്രീതിപ്പെടുത്തി സിഹർ ചെയ്യുന്നത്. ആ സിഹറാണ് എല്ലാവരും ഇപ്പം സിഹർ പിടിച്ചതാ എന്തെന്നാ പറയണത്, കൂടുപാത്രം ചെയ്തത്. കൂടുപാത്രം ചെയ്തതാണെന്ന് പറയുന്നത്. അതിന്റെ മാർഗങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? ചില കാര്യങ്ങൾ ചെയ്യാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ പിശാചിന് സന്തോഷമാകും നമ്മളോട്. പിന്നെ നമ്മൾ എന്ത് ഉദ്ദേശത്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്, ആ കാര്യം പിശാച് ചെയ്തോളൂ. അങ്ങനെ ശൈത്താൻ ചെയ്യുന്നതാണിത്. ആ ശൈത്താനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ദുആക്കളോ ആയത്തുകളോ ഓതി അതിനെ പിന്തിരിപ്പിച്ച് ആ സാധനം എടുത്തു കളഞ്ഞ് വേണമെങ്കിൽ ഒഴിവാക്കാം. എന്നല്ലാതെ പകരം സിഹർ ചെയ്യാനോ ആദ്യം ചെയ്യാനോ രണ്ടും പാടില്ല. സിഹർ ചെയ്യൽ ഹറാമാണ്, പഠിപ്പിക്കലും ഹറാമാണ്. സിഹർ ചെയ്യൽ കുഫ്റുമാണ്. സിഹർ ചെയ്യുന്ന ആള്, കൂടുപാത്രം ചെയ്യുന്ന ആളും കാഫിറായി പോവും, ചെയ്യിക്കുന്ന ആളും കാഫിറായി പോവും. ഇങ്ങോട്ട് ആദ്യം ചെയ്താലും ശരി, തിരിച്ചു ചെയ്താലും ശരി, രണ്ടും കുഫ്റാണ്.
واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله فيتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സിഹറിനെ കുറിച്ച് മലക്കുകൾ ഒന്ന് പഠിപ്പിച്ചതാണ്. ആ മലക്ക് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞത് ഉപകാരത്തിന് വേണ്ടിയല്ല, ഉപദ്രവമേ ഉണ്ടാക്കുകയുള്ളൂ, ആരും ഇത് പ്രയോഗിക്കരുത്, ചെയ്യരുത്, നിങ്ങൾ പഠിക്കാനും കൂട്ടാക്കണ്ട, ഞങ്ങളെ ഏൽപ്പിച്ച് വിട്ടതുകൊണ്ട് പറയുന്നതാണ് നിങ്ങളെ പരീക്ഷിക്കാണെന്ന്. എന്നാലും പഠിപ്പിച്ചു തന്നേരെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വന്ന് പഠിച്ചു. എന്താ പഠിപ്പിച്ചു കൊടുത്ത്? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കെട്ടികളും കെട്ടികളും തമ്മിൽ വഴക്കുണ്ടാക്കുന്നില്ല. അതിലെ കുടുംബത്തിൽ ചെയ്യുന്നത് വീട്ടിൽ കിടന്ന് അടിയുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ ബന്ധുക്കളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, ജ്യേഷ്ഠനിയന്മാരെ പിരിക്കുക, തള്ളയെയും മക്കളെയും പിരിക്കുക, അത്തായും മക്കളെയും പിരിക്കുക, കുഴപ്പമുണ്ടാക്കുക, തമ്മിൽ കുഴപ്പമുണ്ടാക്കുക. ഇതിനാണ് സിഹർ കൂടുതൽ ചെയ്യുന്നത്. ഈ സിഹറാണ് പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ, പിശാചിനെ ഇങ്ങനെ വിട്ടിരിക്കുക. ശൈത്താൻ പലതരത്തിലുള്ള പിശാചുക്കളുണ്ട്, പലതരത്തിലുള്ള പിശാചുക്കൾ. എല്ലാ മനുഷ്യരുടെയും കൂട്ടത്തിൽ ഓരോ പിശാചുണ്ട്. എല്ലാ മനുഷ്യരുടെയും കൂട്ടത്തിൽ, നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട് ഒരു ശൈത്താൻ, ഒരു മലക്കുമുണ്ട്. ഒരു മലക്കും ഒരു ശൈത്താനും എല്ലാ മനുഷ്യന്മാരും ജനിക്കുന്ന എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട്. മലക്ക് എപ്പോഴും നല്ല കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കും, ശൈത്താൻ എപ്പോഴും മോശമായ കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കും. ശൈത്താന്റെ പ്രേരണയെ നമ്മളുടെ അറിവും നമ്മളുടെ സാമർഥ്യവും നമ്മളുടെ ഈമാനും കൊണ്ട് നമ്മൾ കീഴ്പ്പെടുത്തി മലക്കിന്റെ പ്രേരണ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ രക്ഷപ്പെടും. മലക്കിന്റെ പ്രേരണയെ തളർത്തിക്കളഞ്ഞ് ശൈത്താന്റെ പ്രേരണയ്ക്ക് നമ്മൾ അടിമപ്പെട്ടു പോയാൽ നമ്മൾ പരാജിതരായി. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെയും ഒരു ശൈത്താനിനെയും എല്ലാ മനുഷ്യന്റെ കൂട്ടത്തിലും നിശ്ചയിച്ചു. ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അയാളിൽ നിന്നും ഈ പിശാച് മാറിപ്പോകും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തിൽ പോകില്ല. ഇവിടെ ഇങ്ങനെ കുറെ ശൈത്താൻ, പിന്നെ കുറെ പിശാചുക്കളുണ്ട്. മനുഷ്യനെ പൊതുവായ നിലയിൽ നടന്ന് തെറ്റായ കാര്യങ്ങൾ പ്രേരിപ്പിച്ച് വഴിനശിക്കുന്നവർ. നിസ്കരിക്കാൻ വേണ്ടി വരുന്നവനെ നമസ്കാരത്തിന് ശല്യമുണ്ടാക്കി, ഓർമ്മയില്ലാതെയാക്കി, വേറെ എന്തോ എല്ലാം ചിന്തിപ്പിച്ച് അവന്റെ ശ്രദ്ധ തിരിച്ചുകളയും. വുളൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, വുളൂവിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കുഴപ്പമുണ്ടാക്കി. വുളൂ ചെയ്തത് എത്രയാണ്, എത്ര പ്രാവശ്യം കഴുകി, എത്ര പ്രാവശ്യം കഴുകില്ല, എങ്ങനെ കഴുകി, ഇതിനെക്കുറിച്ചൊക്കെ കുഴപ്പമുണ്ടാക്കി സംശയമുണ്ട്. ചില ആൾക്കാർ കാണാം ഹൗദിൽ വന്ന് വുളൂ എടുത്താൽ മതിയാവില്ല. മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന കാണാം, ഒരു 50 പ്രാവശ്യം കഴുകിയാലും അവർക്ക് മതിയാവും. ചിലത് കൈ എവിടം വരെ കയറ്റി കഴിയാലും പറ്റില്ല. ചില ആൾക്കാർ ഹൗദി വന്നിരിക്കുന്ന കാണാം, മുകളിലെല്ലാം വെള്ളമെല്ലാം തട്ടി മാറ്റിക്കളഞ്ഞിട്ട് ഹൗദിന്റെ അടിയെന്ന് കോരിയെടുത്താൽ കോരി വെള്ളത്തെ കിട്ടുള്ളൂ. മുകളിൽ കിടക്കുന്ന വെള്ളം എന്തോ അഴുക്കാണ്, ഇതൊക്കെ മാറ്റിയിട്ട് അടിയെന്ന് കോരിയെടുത്താൽ വെള്ളത്തിന്റെ കഴമ്പ് കിട്ടുമെന്ന് അവർ വിചാരിച്ച് മുകളിൽ കിടക്കുന്ന വെള്ളം കൊണ്ട് കഴുകിയാൽ ശരിയാവും. ചില ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കും. നിസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നാൽ കൈ ഇങ്ങനെ മുക്കി പിടിച്ചുകൊണ്ട് നിൽക്കും. ഇമാം റുക്കുയിൽ പോണത് വരെ ഇങ്ങനെ തന്നെ അല്ലേ? എന്നാലും അവർക്ക് കെട്ടൂല. അവസാനം ഇമാം റുക്കുവിലേക്ക് പോകുമ്പോൾ താടി ഒരു റുക്കുക, അങ്ങനെയൊക്കെ കാണും. ഇതെല്ലാം ശൈത്താന്റെ പണിയാണ്. ഈ കാര്യങ്ങൾ മുഴുവനും ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. മോഹം കഴുകുമ്പോൾ വന്ന് ശൈത്താൻ പറയാ ശരിയായിട്ടുള്ളത്, അവിടെ നന്നില്ലെന്നാ തോന്നുന്നത്, ഒന്നും കൂടെ കഴുകും, അത് പറ്റിയില്ല, അവ ഇവിടെ അറിഞ്ഞില്ല, പിന്നെ ഒന്നും കൂടെ കഴുകും. ഇങ്ങനെ കഴുകി കുറേ കഴുകും. പാടില്ല. 3 പ്രാവശ്യമേ കഴുകാൻ പാടില്ല. 3 പ്രാവശ്യത്തിലധികം കഴുകാൻ പാടില്ല. വുളൂ ചെയ്യുമ്പോൾ ഒരു അവയവം കഴുകേണ്ടത് 3 പ്രാവശ്യമാണ്, അതിൽ കൂടുതൽ കഴുകാൻ പാടില്ല. പിന്നെ എവിടെയെങ്കിലും നനയാൻ വിട്ടുപോയി, ഉറപ്പാണ് നമുക്ക് നനഞ്ഞില്ല എന്ന്, അങ്ങനെയുള്ള സ്ഥലം ബാക്കിയായാൽ അവിടം കഴുകാൻ വേണ്ടി വേണമെങ്കിൽ 1 പ്രാവശ്യം കൂടെ കൂടി ചെയ്യാം, ആവശ്യത്തിന് വേണ്ടി മാത്രം. സാധാരണ നിലയിൽ 3 പ്രാവശ്യം. ഒരു കാര്യം കൂടെ പറഞ്ഞു, വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ചില പള്ളികളിലൊക്കെ വേനൽക്കാലത്ത് നമസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യാനുള്ള വരുന്ന ആളുകൾക്ക് അത്യാവശ്യത്തിന് വുളൂ ചെയ്യാൻ വേണ്ടി മാത്രം വെള്ളം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കും. കൂടുതൽ വെള്ളത്തിനുള്ള ഒരു സൗകര്യവും കാണുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വുളൂ ചെയ്യുന്ന ആള് 3 പ്രാവശ്യമല്ലാതെ 4ാമത്തെ പ്രാവശ്യം കഴുകാൻ അനുവാദമില്ല. വെള്ളത്തിന് കഴുകിയാൽ ശരിയാവില്ല. അങ്ങനെ 4ാം പ്രാവശ്യം കഴുകണമെങ്കിൽ അവൻ വേറെ വെള്ളം വിലക്ക് മേടിച്ച് കഴുകിക്കൊള്ളണമെന്നാണ് നിയമം. ഈ വെള്ളം എടുക്കാൻ പാടില്ല. ഈ വെള്ളം വുളൂവിന് വേണ്ടിയുള്ളതാ, 3 പ്രാവശ്യമേ കഴുകാവുള്ളൂ. നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയാണ് കാലത്ത് ഹൗദിനകത്തേക്ക് ഇട്ടേറ്റ് കൊണ്ട് തള്ളി കഴുകുന്നത്. വെള്ളം കാലിട്ട് കഴുകുമ്പോൾ
10 പേർക്ക് ഉദു ചെയ്യാനുള്ള വെള്ളം പുറത്തു പോകും. നമ്മൾ ഉപയോഗിക്കുന്ന എന്താ? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്നും വരുന്നു, ഒരുത്തൻ ഉദു ചെയ്യുന്നത് മിതമായ നിലയിൽ കൽപ്പിക്കപ്പെട്ടതേ ചെയ്യാവുള്ളൂ, അളവിൽ കൂടുതൽ കഴുകരുത്. വലൗ കുൻത അലാ സത്തി നഹ്രിൻ ജാരിൻ, തൊടുപുഴ ആറ്റിന്റെ കരയ്ക്കിരുന്ന ഉദു ചെയ്യണമെങ്കിലും കൂടുതൽ കഴുകരുത്. ഒഴുകുന്ന ആറിന്റെ കരയ്ക്കിരുന്നാണ് ഉദു ചെയ്യുന്നത്, ഒരു 50 പ്രാവശ്യം മുഖം കഴുകിയെന്ന് വിചാരിച്ച് ആറ്റിന്റെ വെള്ളത്തിൽ ഒരു കുഴപ്പവും വരികയില്ല, ആരും എടുത്തോണ്ട് പോകുകയില്ല, കുറയുകയില്ല, മാറ്റമൊന്നും വരില്ല. എന്നാലും 3 കഴുകാവുള്ളൂ, 3 കൂടുതൽ കഴുകരുത്. അവ പിന്നെ ഉദുവിന് വേണ്ടി മാത്രമായി വച്ചിരിക്കുന്ന വെള്ളം കൂടുതൽ ഉപയോഗിച്ചാലോ? ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഇബാദത്തുകളിൽ വ്യത്യാസം വരുത്താൻ വേണ്ടി, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വരുന്ന കുറെ പിശാചുക്കൾ, അങ്ങനെയും കുറെ ശൈത്താന്മാരെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ ശൈത്താന്മാരുടെ പണി മനുഷ്യനെ വഴിതെറ്റിക്കുക. വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ കള്ളുകുടിപ്പിക്കുക, വ്യഭിചരിപ്പിക്കുക, അതല്ല, അത് നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുണ്ട്. നടക്കുന്ന വഴിയിൽ നിന്നും വഴി മാറ്റിക്കളയും. ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു, കാരിക്കോട്ടേക്ക് പോവുക. കാരിക്കോട്ടേക്ക് പോകുമ്പോ അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ കാണാൻ ഒരാൾ മുമ്പ് പോകുന്നത് പോലെ തോന്നും. മുമ്പ് പോകുന്ന ആളുടെ പുറകെ വെട്ടമൊക്കെ ഉണ്ടല്ലോ, ഇയാളും പോകും കാരിക്കോട്ടേക്ക്. ആ പോകുന്ന വിശാഖ അവിടെ ചെന്ന് കാഞ്ഞുകറ്റം കലയിൽ പോകും, വലത്തോട്ട് കയറി ബൈപ്പാസിൽ കൂടെ കയറി ഇങ്ങനെ കറങ്ങി നേരെ പാലാ റോഡിൽ പോകും. ഇവനും പോകും പുറകെ. അവസാനം പോയി കരിമന്നത്തി എന്നിട്ട് നെല്ലാപ്പാറ കയറ്റം കയറുമ്പോഴാണ് കാലിക്കൂടെ എത്തിയില്ലല്ലോ ഞാൻ നടന്നിട്ട്, കയറ്റം വളവും തിരിവെന്ന് നെല്ലാപ്പാറ ചെല്ലുമ്പോൾ അവൻ നിൽക്കും. അപ്പൊ ഈ മുമ്പ് വന്ന സാധനം മാറിക്കളയുമ്പോൾ ഇവനോട് നിന്നിട്ട് അന്തം വിടും. നോക്കുമ്പോൾ പഠിച്ചവന് ഇത് എവിടെയെല്ലാം വന്നു വിട്ടേക്കുന്നത്. അവസാനം നോക്കുമ്പോൾ തിരിച്ചു പോകാനും വഴിയില്ല, ഇരുട്ട്, ഭയങ്കരമായ മഴ. അവിടെ വെച്ച് തന്നെ അവനാകെ പേടിച്ച് അവശനായി അവിടെ ചിലപ്പോൾ തലകറങ്ങിയിട്ടുണ്ട്. ശൈത്താനാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെയും ഉണ്ട് കുറെ ശൈത്താൻ. പിന്നെ കുറെ ശൈത്താന്മാരുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉള്ള ശൈത്താന്മാർ. ആ ശൈത്താൻ ആള് മരിച്ചു കഴിയുമ്പോ ചിലപ്പോൾ നേരെ മരിക്കും, ചിലപ്പം വല്ല ആപത്തുകളിലോ അപകടങ്ങളിലോ ഒക്കെ പെട്ട് മരിക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്ത് വിഷം കുടിച്ചോ അല്ലെങ്കിൽ തൂങ്ങിയോ ഒക്കെ ആത്മഹത്യ ചെയ്ത് മരിക്കും. ഇങ്ങനെയൊക്കെ മരിക്കുമ്പോൾ പിശാചിനറിയാം ഇത് ആളുകളുടെ മനസ്സിൽ പേടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ആ പിശാച് രാത്രിയാകുമ്പോൾ അവരുടെ കോലത്തിൽ തന്നെ ആ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇറങ്ങി നിന്നുകൂടി പോണവരെ പേടിപ്പിക്കുന്ന പിശാചുക്കളും. ചിലര് പേടിച്ചു കഴിയുമ്പോ നമ്മൾ പറയാറില്ലേ, ഇന്ന ആള് വന്ന് കൂടിയതാണ്, ആള് വരൂല, ആ ആളുടെ അതേ ശബ്ദത്തിൽ അതേ കോലത്തിൽ അയാൾ പറയുന്നത് പോലെ ഇയാളുടെ പുറത്ത് കയറിയിരുന്ന് പറയും പിശാച്. ഇത് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ശൈത്താനാണ്. ആ ശൈത്താൻ പറയുന്നതാണ്. അല്ലാതെ പോയ ആള് തിരിച്ചൊന്നും വരികയില്ല, ഒരു മനുഷ്യനും വരികയില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ വിശ്വാസം ഇങ്ങനെയാണ്. നേരത്തെയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ബറാത്തിലാവുമ്പോൾ ഇങ്ങനെ കറങ്ങിയെടുക്കും, കാർന്നവന്മാരൊക്കെ അവരൊക്കെ തുറന്നു വിടുന്ന വിശ്വാസം. അവര് രാത്രി വീട്ടിൽ കൂടെ വന്ന് ചോറ് കലമൊക്കെ ചോറൊക്കെ വെച്ച് നിറച്ചു വെച്ചേക്കും. എന്താ അവർ വന്ന് രാത്രി തപ്പി നോക്കുമ്പോൾ ചോറില്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നും, പ്രയാസപ്പെടും, കുഴപ്പമുണ്ടാക്കും, അവർ വലുതൊക്കെ പറഞ്ഞേച്ച് പോകുമെന്ന് പറഞ്ഞു. 27-ാം ആകുമ്പോൾ അവർ തിരിച്ചു പിടിച്ച് കെട്ടുവാന്ന് പറഞ്ഞാൽ അതിന് കരച്ചിലൊക്കെ കേട്ടാവുന്നൊക്കെ പറയും. പഴയ കാലത്ത് അങ്ങനെയാ. റൂഹാനി വരും, റൂഹകൾ വരും, കാരണവന്മാരെ തുറന്നു വിടും, അവര് വീട്ടിൽ കൂടെ വരും അന്വേഷിച്ചു നോക്കും. ഒരു കാരണവരെയും തുറന്നു വിടൂല, ആരെയും ഇങ്ങോട്ട് പറഞ്ഞു വിടുക. സാലിഹ്യങ്ങളായി നല്ലവരായി മരിച്ചവരാണെങ്കിൽ അവരുടെ റൂഹുകളെ ഇല്ലിയീൻ. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബുൻ മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. മോശക്കാരായ ആളുകളാണ് എങ്കിൽ അവരുടെ റൂഹുകളെ സിജ്ജീനിൽ കൊണ്ടുപോയി അവിടെയാണ്. ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ. അല്ലാഹു തആല അങ്ങനെ വെച്ചേക്കുന്നു. റൂഹുകളെയൊക്കെ തുറന്നു വിടുകയാണെങ്കിൽ പിന്നെ അങ്ങനെ തിരിച്ചു പോകും. എന്തെങ്കിലും മോശമായ നിലയിൽ ജീവിച്ച് കബറിൽ ശിക്ഷയുള്ള ആളുകളുടെ റൂഹുകളെങ്ങാനും അമ്മ തുറന്നിങ്ങോട്ട് വിട്ട് ആരെങ്കിലും തിരിച്ചു പോകുമോ? പിന്നെ അവരെ പിടിക്കാൻ വേണ്ടി രണ്ടാമത് അസറായാലും ഒന്നും കൂടെ വരണം. വരുമ്പോ ഇവർ വേറെ എവിടെയെങ്കിലും കയറി ഓടും. അങ്ങനെ തിരിച്ചു വരാൻ പറ്റുവാണെങ്കിൽ വിടൂല. അങ്ങനെ തിരിച്ചു വരുവായിരുന്നെങ്കിൽ റൂഹുകളെ തട്ടിയിട്ട് ഈ ലോകത്ത് നടക്കാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ കാരണവന്മാരുടെ കാലത്ത് മരിച്ചുപോയ ഒരു 100 കൊല്ലം മുമ്പുള്ള ആളുകളുടെ റൂഹെല്ലാം കൂടെ കൂടി തിരിച്ചിവിടെയെങ്ങാനും വന്നാൽ നമുക്ക് നടക്കാൻ ഒക്കില്ല. റൂഹുകളെ തട്ടിയിട്ട് ഒരു റൂഹും തിരിച്ചു വരും. റൂഹുകളല്ല, അവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ശൈത്താൻ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മാർഗങ്ങളായത്. ഇങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആരെയെങ്കിലുമൊക്കെ പോയി കാണുമ്പോൾ അവര് പറയും ഇത് അയാൾ വന്ന് കൂടിയതാ, ഇയാൾ വന്ന് കൂടിയതാ, നിങ്ങളുടെ അയലോക്കത്തുള്ള ആള് നിന്നോട് സ്നേഹം ഉണ്ടായിട്ട് വന്ന് കൂടിയതാ, അല്ലെങ്കിൽ വെറുപ്പുണ്ടായിട്ട് വന്ന് കൂടിയതാന്ന്. അങ്ങനെയൊന്നും വന്ന് കൂടുന്നതല്ല, പേടിപ്പിക്കാൻ വേണ്ടി ശൈത്താൻമാർ ചെയ്യുന്ന മാർഗമാണ്. അല്ലാഹു തആല അതിന് അവർക്ക് കഴിവ് കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ അതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അഥവാ അങ്ങനെ എങ്ങാനും പേടിച്ചാൽ
ആ പേടിക്ക് പരിഹാരം ഖുർആനിന്റെ ആയത്തുകൾ, സൂറത്തുകൾ, അതുപോലെ ഹദീസിൽ ദുആക്കൾ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആക്കൾ ഓതി നമ്മൾ അതിൽ നിന്ന് പരിഹാരം തരും. അത് ആരെങ്കിലും പറഞ്ഞു തന്ന് നമുക്ക് ഊതിയോ നമ്മൾക്ക് പിടിച്ച് മന്ത്രിത്തോ ഒക്കെ തരുമോ? കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അങ്ങനത്തെ മന്ത്രമല്ല ജായിസാണ്. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ആയത്തുകൾ, ദുആക്കൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന, ഇതൊക്കെ കൊണ്ടുള്ള മന്ത്രങ്ങൾ ജായിസാണ്, അനുവദനീയം. അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭാവന കൊടുത്തു, കുഴപ്പമൊന്നുമില്ല, അതും ചെയ്യാവുന്നതാണ്. അതിന്റെ പേരിൽ വല്ലതും വാങ്ങിച്ചു, അതും കുഴപ്പമില്ല. കാരണം അത് ചികിത്സയുടെ ഒരു രീതിയാണ്, ചികിത്സയുടെ ഒരു മാർഗമാണ്. വൈദ്യന്മാര്, ഡോക്ടർമാർ അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും സിദ്ധവൈദ്യവും യുനാനി വൈദ്യവും ഒക്കെ നടത്തി കാശ് വാങ്ങിക്കുന്നമാരി അവർ ചെയ്യുന്ന ചികിത്സയുടെ കാശാണ് അവർ വാങ്ങിക്കുന്നത്, കൂലി വാങ്ങി. അത് ചിലപ്പോൾ പിന്നാളത്തിലെഴുതി കുടിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും കടലാസിലെഴുതി അത് കഴിച്ച്. അതിന്റെ രീതിയുണ്ട്, ചികിത്സയ്ക്ക് പരമ്പരാഗതമായ നിലയിൽ രീതിയുണ്ട്. അതിന്റെ പ്രമുഖരായ ആളുകൾ അവരുടെ അനുവാദത്തോടു കൂടി പിൻഗാമികൾക്ക് പരമ്പരയായി തുടർച്ചയായ നിലയിൽ കൈമാറ്റം ചെയ്യുന്ന ചികിത്സയാണ്. അങ്ങനെ ചെയ്യുന്ന ചികിത്സ ഫലപ്പെടും, അങ്ങനെ ചെയ്യുന്ന ചികിത്സ അനുവദനീയവുമാണ്, കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്കൊന്നും അറിയാതെ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ചുമ്മാ കയറി കണക്കുമൊക്കെ കൂട്ടി പുസ്തകമൊക്കെ എടുത്തു വെച്ച് പറഞ്ഞു തരുന്നവരാണ് നമ്മളെപ്പോലെ. അവരെടുത്ത് പോകുമ്പോൾ നമ്മുടെ കാശും പോകും, മുൻകട മാറും. ഒന്ന്. രണ്ടാമതൊരു കാര്യം, പിന്നെ ഇങ്ങനത്തെ ആളുകളെടുക്കൽ പോകുമ്പോൾ അവരിങ്ങനെ പല കാര്യങ്ങളും നോക്കി പറയുന്നല്ലോ, ചിലതൊക്കെ ശരിയാകുന്നല്ലോ. ശരിയാകുമ്പോ പറഞ്ഞത് കറക്റ്റ് ആവട്ടോ, അയാൾ പറഞ്ഞ അച്ചതാ 100% ഒരു കുഴപ്പമില്ലാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ജിന്നുകളുടെ ഒരു വിഭാഗമാണ് ശൈത്താന്മാർ. ശൈത്താൻ എന്ന് സാധാരണ പറയുന്നത് മനുഷ്യനെ ഉപദ്രവിക്കുകയും മോശമായ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ പതിവാക്കിയ ആ വിഭാഗത്തിന് ശൈത്താൻ എന്ന് പേര് പറയുന്നുണ്ട്. എല്ലാത്തിന്റെയും വകുപ്പ് എല്ലാം ജിന്ന് എന്ന. നമ്മളൊക്കെ മനുഷ്യന്മാരെന്ന് പറയും, പിന്നെ കുറെ പോക്കരികളും കമ്മാടികളും എന്നൊക്കെ പറയേണ്ടതുമാതിരി എല്ലാം മനുഷ്യരാണല്ലോ, അവരുടെ സ്വഭാവത്തെ വെച്ച് പറയുന്നതാണ്. എന്നതുപോലെ പറയുന്നതാണ് ശൈത്താൻ എന്ന്. ജിന്നുകളുടെ വിഭാഗത്തിൽപ്പെട്ടത്. അല്ലാഹു തആല രണ്ട് വിഭാഗം, ജിന്നുകളെയും മനുഷ്യരെയുമാണ് സൃഷ്ടിച്ചേക്കുന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകൾക്ക് നബിയാക്കി അയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മനുഷ്യർക്ക് നബിയാക്കി അയച്ചു. മനുഷ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് വിളിച്ചു, ജിന്നുകളെയും അല്ലാഹുവിലേക്ക് വിളിച്ചു. ജിന്നുകളെ ഓരോ സ്ഥലങ്ങളിൽ കൂട്ടി അവരുടെ അടുക്കൽ പോയി അവരെ അല്ലാഹുവിലേക്ക് വിളിച്ച് ഖുർആൻ ഓതി കേൾപ്പിച്ച് ഉപദേശിച്ച് ജിന്നുകളും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ സാലിഹീങ്ങളായ ധാരാളം ജിന്നുകളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കും ദഅവത്ത് ചെയ്തിട്ടുണ്ട്. ധാരാളം സംഭവങ്ങളുണ്ട്. അപ്പൊ ഈ ജിന്നുകളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവര് മനുഷ്യരുമായിട്ട് സഹകരിക്കും, കൂടുതൽ മനുഷ്യരുമായിട്ട് ഇവർ യോജിക്കും, മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടും. വന്നുകൂടി മനുഷ്യർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും, സഹായിക്കും. മനുഷ്യർ അവരോട് ആവശ്യപ്പെട്ടാൽ അവരെ സഹായിക്കും. അങ്ങനത്തെ ജിന്നുകളുണ്ട്. ചില ജിന്നുകൾ മനുഷ്യരെ സഹായിക്കും, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്ന ഒരു പരിധിയിലെ സഹായം ഉണ്ടാവുകയുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള സഹായം ഉണ്ടാവുകയില്ല. അപ്പൊ ആ സഹായം കൂടുതലാക്കാൻ വേണ്ടി ജിന്നുകൾ തന്നെ അതിൽ ഒരു വിഭാഗമുണ്ട്. അവരുടെ പണി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആകാശത്തിലേക്ക് കയറിപ്പോകും ഈ ജിന്നുകൾ. ആകാശത്തിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറും. ഹദീസിൽ വരുന്നു, ഒരു ജിന്നിന്റെ തലയിൽ അടുത്തത്, അതിന്റെ തലയിൽ അടുത്തത്, ഇങ്ങനെ ലൈനായിട്ട് മുകളിലേക്ക് നിൽക്കും. മുകളിലേക്ക് നിന്ന് ഒന്നാം ആകാശത്തിന്റെ അടുത്ത് വരെ ജിന്നുകൾ എത്തും. അവിടെ എത്തുമ്പോ മലക്കുകൾ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഓരോരോ ദിവസം ഓരോരുത്തരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ അവരിത് കേൾക്കും. അല്ലാഹുവിന്റെ തീരുമാനം ചില സമയത്ത് അവരെ തിരിച്ചുവിടാതെ എറിഞ്ഞ് കൊല്ലാൻ. അതിനാണ് ഷിഹാബ്, എരി നക്ഷത്രം എന്ന് പറയുന്നത്. ചിലപ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ എവിടെയോ പോയി ഇങ്ങനെ ഓടിപ്പോയി വീഴുന്നത് കാണാം ആകാശത്തിലേക്ക് നോക്കിയാൽ. ഇത് മലക്കുകൾ പിശാചിനെ, ജിന്നുകളെ എറിയുന്നതാണ്. അല്ലാഹു തആല അങ്ങനെ എറിയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇങ്ങനത്തെ ശൈത്താന്മാരെ എറിയും. അതിനുവേണ്ടിയും നക്ഷത്രത്തെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എറിയുന്ന നക്ഷത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ശൈത്താന്മാരെ ഈ ജിന്നുകളെ എറിയുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നതിന്റെ തലയിൽ, ഉച്ചം തലയിൽ വന്ന് ഈ നക്ഷത്രം വീഴും.
ഏറ്റവും അടിയിൽ നിൽക്കുന്ന ജിന്നിന്റെ പിൻദ്വാരത്തിൽ കൂടി മലദ്വാരത്തിൽ കൂടി അത് പുറത്തു പോകും. ഇടയ്ക്കുള്ള എല്ലാ എണ്ണവും ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ചെറുക്കും. ചിലപ്പോ ഇങ്ങനെ എറിയുന്നതിന് മുമ്പേ തന്നെ എന്തെങ്കിലും കേട്ടോണ്ട് ഓടിക്കളയുകയാണ്. ഈ കൊണ്ടുവരുന്ന സാധനം, ആ കെട്ടിയ കാര്യം, അതിന്റെ കൂട്ടത്തിൽ കുറെ കളവും കൂടെ കൂടി ഇല്ലാത്തതൊക്കെ ചേർത്ത് കൊണ്ടുവന്ന് ഈ ജിന്നിനെ സേവിച്ച് സ്നേഹിച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക് വന്ന് പറഞ്ഞു കൊടുക്കും. ജിന്ന് വന്ന് പറഞ്ഞു കൊടുക്കും. ഇയാള് ആരെങ്കിലും ഇയാളുടെ ജിന്ന് വന്ന് പറഞ്ഞു കൊടുക്കും, ഇന്ന ആള് നിന്നെ കാണാൻ വേണ്ടി ഇപ്പൊ വരും, അയാള് ഒരു സാധനം കളവ് പോയിട്ടുണ്ടെന്നും പറഞ്ഞാ വരുന്നത്, ആ സാധനം ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട് എന്നുള്ളത് പറഞ്ഞേക്കണം, ഇന്ന ദിവസം കിട്ടും, ഇത്ര സമയം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞത് ശരിയായിരിക്കും. ഇത്ര ദിവസം കഴിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെയാണ്, നിന്റെ കുടുംബത്തിൽപ്പെട്ടതാ, ഇന്ന സമയത്ത് വന്ന ഇതൊക്കെ കാണാം. ആളെടുക്കൽ വരുമ്പോൾ ഈ സാധനം നഷ്ടപ്പെട്ടു പോയ ആൾ വന്ന് ചോദിക്കുമ്പോൾ ഇയാൾ കണക്കെല്ലാം കൂട്ടിയിട്ട് അവസാനം ഈ ജിന്ന് പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യവും അയാളെടുത്ത് പറയും. അയാൾ പോയി നോക്കിയപ്പോൾ സാധനം ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞത് അവസാനം അനുഭവത്തിൽ വന്ന് പറഞ്ഞ ദിവസമൊന്നും കിട്ടിയില്ല. പിന്നെ പോയി ചോദിച്ചപ്പോൾ അത് കിട്ടും, കിട്ടാതിരിക്കൂല. കുറെ ദിവസം കഴിഞ്ഞ് പോയി ചോദിക്കുമ്പോൾ അത് ആളൊരു സ്ഥലത്ത് പോയിരിക്കുക, വരുമ്പോൾ എന്തായാലും അത് കിട്ടുമെന്ന് പറയും. കുറെ നാൾ കഴിയുമ്പോൾ അവസാനം ഈ സാധനം ഇന്ന സ്ഥലത്ത് കിട്ടും. അയാൾ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ കണ്ടു. ബാക്കി ഇടയ്ക്ക് പറഞ്ഞ നുണയല്ല അങ്ങ് വീഴുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന ഈ കളവും അതിന്റെ കൂട്ടത്തിലുള്ള ഈ കേട്ട സത്യവും ആ ഒരു സത്യമാണ്. ഈ സത്യത്തിന്റെ പേരിലാണ് ഇയാളെ വിശ്വസിക്കുക. ഇതാണ് ജ്യോത്സ്യന്മാർക്ക് വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു തആല ഖുർആനിലും പറഞ്ഞു, ജിന്നുകൾ ഇങ്ങനെ മനുഷ്യർക്ക് സഹായിക്കും. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു തആല, ഇതെല്ലാം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, ആയത്ത് അങ്ങനെ ഇല്ലേ? ആപതികളൊക്കെ ഇരിപ്പുണ്ട്. ആയത്തില്ലെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ ആയത്തുള്ളത് ഓർഡർ ഇല്ലാത്തതാണ്, എപ്പോഴേ പറഞ്ഞേക്കണം ഇല്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ആ പറയുന്ന കാര്യം സത്യമായിരിക്കും. ആ ഒറ്റ ഒരു കാര്യത്തിന്റെ പേരിൽ ബാക്കി ഇവർ പറഞ്ഞ 100 കളവും ശരിയാണ്, ഉണ്ടാകുന്നതാണെന്ന് മനുഷ്യൻ വിശ്വസിക്കും. തങ്ങൾ പറഞ്ഞു, 100 കണക്കിന് കളവ് അതിന്റെ കൂട്ടത്തിൽ ചേർത്താണ് ഈ ജിന്ന് വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഈ ജിന്നിനെ വശീകരിച്ച് ആ ജിന്നിനെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക് വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും. അതുപോലെ തന്നെ ഈ ജിന്നുകളിൽപ്പെട്ട മോശക്കാരായ ജിന്നുകളെ വശീകരിച്ചു വെക്കും. ചില ആൾക്കാർ നല്ല ജിന്നുകളെ വശീകരിച്ചു വെക്കും. ചില ആളുകൾ മോശക്കാരായ ജിന്നുകളെ അഥവാ ശൈത്താന്മാരെ വശീകരിച്ചു വെക്കും. ആ ശൈത്താന്മാരെ കൊണ്ടാണ് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നത്. സിഹർ അത് മാറ്റിത്തരാം, ബാത്തിലാക്കിത്തരാം, പകരം ചെയ്യാം. ഒരാളെ സിഹർ ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് പകരം ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് ഇങ്ങനെ സ്വാധീനിച്ച് വെച്ചിരിക്കുന്ന മോശക്കാരായ ശൈത്താന്മാരെ ഉപയോഗിച്ച് ആ ശൈത്താനാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സിഹർ ഹറാമാണ്, പഠിക്കലും അതിനെ മനസ്സിലാക്കലും ഹറാമാണ്, അത് ചെയ്യൽ കുഫറുമാണ് എന്ന്. സിഹർ ചെയ്താൽ കാഫറായി പോകും. നേരെ ചെയ്താലും ശരി, പകരം മറിച്ച് ചെയ്താലും ശരി, രണ്ടും കുഫ്ര. ചെയ്യുന്നവർ കാഫറായി പോകും. അത് പഠിച്ച് മനസ്സിലാക്കി വെക്കൽ ഹറാമുമാണ്. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله فيتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇതാണ് പരസ്പരം ഭിന്നിപ്പിക്കാൻ, ആളുകൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ, തമ്മിൽ വിരോധം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇതിന്റെ ഏറ്റവും വലിയ പ്രയോഗം എവിടെയാണെന്നറിയാവോ? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കും. അതിനുവേണ്ടി ആർക്കെങ്കിലും വിരോധം തോന്നിയാ കെട്ടവനും കെട്ടവനും തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി അവർ തമ്മിൽ ഭിന്നിക്കാൻ വേണ്ടിയിട്ട് മാരണം ചെയ്യും, സിഹർ ചെയ്യും. ഇത് പഴയ കാലത്ത് സാധാരണ നിലയിൽ നടന്നിരുന്നില്ല. പല ഉദ്ദേശങ്ങളുടെ പേര്. ഒന്നിലെ അവരുടെ കുടുംബം തകരാൻ വേണ്ടി, അതല്ലെങ്കിൽ ചിലപ്പോൾ പെണ്ണിനോട് ഇവനൊക്കെ ഇഷ്ടമായിരിക്കും, കെട്ടിയോ വിട്ടു കൊടുക്കൽ അവൻ കെട്ടിക്കൊണ്ടു പോയി, അപ്പൊ അത് കിട്ടാൻ വേണ്ടി തിരിച്ചെങ്ങനെയെങ്കിലും വരാം. കുഴപ്പമുണ്ടാക്കിയാലേ അവിടെ നിന്ന് ഒഴിവാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ ചില പെണ്ണ് കെട്ടാൻ വേണ്ടി കല്യാണമൊക്കെ ആലോചിച്ച് വെച്ചിരിക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നടക്കില്ല, വേറെ ആൾ തട്ടിക്കൊണ്ടു പോകും, വേറെ ആൾ കൊണ്ടുപോകും. പെണ്ണ് പറയും എനിക്ക് അവനെ മതി. എന്താ കാരണം? മറ്റവനോട് വിരോധം ഉണ്ടാകാനുള്ള സിഹർ ചെയ്തു വെച്ചു ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനൊക്കെ പകരം സിഹർ ചെയ്യലല്ല വേണ്ടത്. അതിനുള്ള മാർഗം
എന്താണെങ്കിൽ ഖുർആനിലും ഹദീസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രാവശ്യം യഹൂദികൾ സിഹർ ചെയ്തു. നബി തങ്ങൾക്ക് സിഹർ ചെയ്തു യഹൂദികൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഇങ്ങനെ തലയല്ല ഇങ്ങനെ മന്ദം പിടിച്ച് നിൽക്കാൻ തോന്നും. ചെയ്യുന്ന കാര്യം കുളിക്കാൻ വെള്ളം എടുത്ത് വെക്കാൻ പറയും ഭാര്യമാരോട്. പിന്നെ കുറച്ച് കഴിയുമ്പം കുളിക്കൂല. എന്താണ് ആര് പറഞ്ഞു വെള്ളം എടുത്ത് വെക്കാം? ചിലപ്പോൾ കുളിക്കും, കുളിച്ചിട്ട് പിന്നെ പറയും ഞാൻ കുളിച്ചില്ലല്ലോ എന്ന് പറയും. ഇങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ അനുഭവം. എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ 2 മലക്കുകൾ വന്നു. ഒരാൾ തലയ്ക്കും ഭാഗത്തും ഒരാൾ കാലിന്റെ ഭാഗത്തും വന്നിട്ട് കാലിന്റെ ഭാഗത്തിരുന്ന ആൾ മലക്ക് ചോദിച്ചു, ഇദ്ദേഹത്തിന് എന്താ കുഴപ്പം? തലയ്ക്കും ഭാഗത്തിരുന്ന മലക്ക് പറഞ്ഞു, ഇദ്ദേഹത്തിന് സിഹർ ബാധിച്ചെന്നാണ് തോന്നുന്നത്, സിഹർ ചെയ്തു. മറ്റേ ആൾ ചോദിച്ചു, ആരാ സിഹർ ചെയ്തത്? അത് തലയ്ക്കും ഭാഗത്തിരുന്ന ആൾ പറഞ്ഞു, ഇന്ന ആളാ സിഹർ ചെയ്തത്, യഹൂദിയായ ഇന്ന ആളാണ്, ലബീദ് ഇബ്നുൽ അസം യഹൂദിയാണ് സിഹർ ചെയ്തത്. എന്തിനാ സിഹർ ചെയ്തതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇന്ന സാധനങ്ങൾ ഈത്തപ്പന മരത്തിന്റെ പ്ലാനിലെടുത്ത് വേറെ മുടി, പെണ്ണുങ്ങളുടെ ആരുടെയോ കുറെ മുടിയെല്ലാം എടുത്ത് അതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കി എന്തോ സാധനം ഉണ്ടാക്കി സിഹർ ചെയ്തതാണ്. ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനത്തെ സാധനത്തിലാണ് സിഹർ ചെയ്തത്. എവിടെയാ സിഹർ ചെയ്തേക്കുന്നത്? മറ്റേ അദ്ദേഹം പറഞ്ഞു, ആ സിഹർ ചെയ്ത് കൊണ്ടുപോയി ഇന്ന തോട്ടത്തിൽ ഒരു കിണറുണ്ട്, പൊട്ടക്കിണർ, ആ കിണറ്റിലാണ് കൊണ്ടുപോയി വെച്ചേക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോട്ടം മനസ്സിലായില്ല. അപ്പൊ മറ്റേ അദ്ദേഹം ചോദിച്ചു, തോട്ടം എവിടെയാ, എങ്ങനെയാ? അത് ഇന്ന തരത്തിൽ തോട്ടമുണ്ട്, അതിലെ ഈത്തപ്പന മരം കണ്ട അതിന്റെ മണ്ട കണ്ട ശൈത്താന്റെ തല പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ വികൃതമായ നിലയിലായിരിക്കും ഇരിക്കുക, ഭയങ്കരമായിട്ട് അങ്ങനത്തെ തോട്ടത്തിലാണെന്ന്. എന്നിട്ട് ഇവർ 2 പേരും അങ്ങ് പോയി. ഇവർ 2 പേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാവിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ നിന്ന് വേഗം എഴുന്നേറ്റ് ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഞാൻ വിഷമിച്ച കാര്യത്തിൽ അല്ലാഹു തആല എന്നെ പരിഹാരം അറിയിച്ചു. ലബീദ് ഇബ്നുൽ അസം യഹൂദി എനിക്ക് സിഹർ ചെയ്തതാണ്, ഇന്ന സാധനങ്ങളിലാണ് സിഹർ ചെയ്തിരിക്കുന്നത്, ഇന്ന സ്ഥലത്താണുള്ളത്. എന്നിട്ട് സുബഹിക്ക് വന്നപ്പോൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് 3-4 സഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിൽ പോയിട്ട് ആ പൊട്ടക്കിണർ കാണിച്ചു കൊടുത്തു. ഹദീസിൽ വരുന്നു, അതിലെ വെള്ളം രക്തത്തിന്റെ നിറമായിരുന്നു. ആ പൊട്ടക്കിണറ്റിലുണ്ടായിരുന്ന വെള്ളം രക്തത്തിന്റെ നിറമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിയോട് അതിൽ ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി ആ സാധനം ഇന്ന സാധനം കൊണ്ട് എടുക്കാൻ പറഞ്ഞു. അതിനെ എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹി ഇറക്കി കൊടുത്തു. പരിഹാരം ദുആ ചെയ്യാൻ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇങ്ങനത്തെ അപകടങ്ങളിൽ ആപത്തുകളിലൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യാനും മന്ത്രിക്കാനും ആപത്തിൽ നിന്ന് കാവൽ തേടാനും അല്ലാഹു തആല ഇറക്കി കൊടുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയപ്പെടുന്നു, ഹദീസിൽ വരുന്നു, അതെടുത്ത് മാറ്റിക്കളഞ്ഞ് ഈ സൂറത്ത് ഓതി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു കെട്ടിയിരുന്ന ആളെ അഴിച്ചുവിട്ടതുപോലെയായി. അത്ര നല്ല തെളിഞ്ഞ് ഒരു പ്രശ്നമില്ല. ഇതാണ് ഇങ്ങനത്തെ സിഹറ ആളുകൾ. അപ്പൊ അങ്ങനെയും ഉണ്ട്. അപ്പൊ അതിനൊക്കെ പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന രീതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ ശരിയായ നിലയിലുള്ള ഖുർആനിന്റെ ഹദീസിന്റെ ദുആകൾ അസ്മാഉൽ ഹുസ്നയിലെല്ലാം മോദി ദുആ ചെയ്ത് കാവൽ തേടലാണ്. അല്ലെങ്കിൽ സിഹർ എടുത്ത് മാറ്റിക്കളയണം. എല്ലാവരെ കൊണ്ടും അത് സാധിക്കില്ല. പകരം സിഹർ ചെയ്യിപ്പിക്കരുത്. ചെയ്യലും ചെയ്യിപ്പിക്കലും രണ്ടും ഹറാമാണ്, രണ്ടും കുഫറിലേക്ക് പോകുന്ന കാര്യം. സാധാരണ നിലയിൽ ചെയ്യുന്ന നല്ല ഖുർആനിന്റെ ഹദീസിന്റെ ഒക്കെ മന്ത്രങ്ങളാണെങ്കിൽ ജായിസാണ്. പിന്നെ ഉണ്ട് മന്ത്രം ശൈത്താന്റെ പേര് പറഞ്ഞ് പിശാചിന്റെ ഈ അമ്പലത്തിലും പൂജാരിമാർക്കും ഒക്കെ നേർത്തി നിർത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പോറ്റിമാരെ കൊണ്ട്, നായന്മാരെ കൊണ്ട്, നമ്പൂരിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവർ ഈ പിശാചികൾ പലതുകൊണ്ട് അങ്ങനത്തെ പിശാചിന്റെ പേരുകൾ പറഞ്ഞ് അവർക്ക് പ്രീതി ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ നാമങ്ങൾ പറയുമ്പോൾ ആ പിശാച് സന്തോഷത്തിന്റെ പേരിൽ മാറി നിൽക്കും. ഈ മാറി നിൽക്കണമെന്ന് പറയും, മാറി നിൽക്കും. അപ്പോഴാണ് ഇത് മാറുന്നത്. ഇത് ചെയ്യാൻ പാടില്ല. പിശാചിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ശൈത്താനിന്റെ പ്രീതി നേടാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു മന്ത്രവും ഒരു ചികിത്സയും പാടില്ല. അതാണ് പാടില്ലാത്തത്. ഖുർആനും ഹദീസും ദുആക്കളും കൊണ്ടുള്ള മന്ത്രവും ചികിത്സയും അനുവദനീയവും. അതുകൊണ്ട് ആരെങ്കിലും മന്ത്രം ചെയ്യുമ്പോൾ എല്ലാവരെയും കുറ്റക്കാരാക്കുക, എല്ലാവരെയും മോശക്കാരാക്കുക, എല്ലാവരെയും ആക്ഷേപിക്കുക, ഇത് പാടില്ല. അവരെങ്ങനെയാ ചെയ്യണമെങ്കിൽ അവരുടെ ചികിത്സയുടെ രീതി ശരിയാണെങ്കിൽ നല്ല കാര്യം. അല്ലാഹു തആല നബിമാർക്ക് മുഅ്ജിസത്തായിട്ട് പോലും ഇങ്ങനത്തെ കാര്യങ്ങളും ചികിത്സയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വരയും കുറിയും
കണക്ക് നോക്കുക, ഇത് ഒരു നബിയുടെ മോചിതത്തായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ നബി വരച്ച അല്ലാഹു തആല അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ അതേ വരയോട് യോജിച്ച തരത്തിൽ ആരെങ്കിലും വരയ്ക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കും, അല്ലെങ്കിൽ തെറ്റായിരിക്കും. കാന നബിയ്യും മിനൽ അംബിയാ. ഇതൊക്കെ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം കേട്ടേച്ച് പിന്നെ എല്ലാ മന്ത്രവാദികളെയും കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് ആരെടുക്കലും പോകാതെ ഒരു മന്ത്രവും ഓതാതെ ഖുർആനിലോ ഹദീസിലോ ഉള്ള ദുആക്കൾ പോലും ഓതാൻ പാടില്ല, ഓതി ഊതാൻ പാടില്ല, മന്ത്രിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു വരുത്തി ആ കുഴപ്പമുണ്ടാക്കി കളയരുത്. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടാകുന്ന പറയാൻ ഇനി സമയമില്ല, ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. ആകെ പിന്നെ കൺഫ്യൂഷനായി പോകും. അതിനേക്കാൾ ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ലേ? അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ നമുക്കെല്ലാം